ഗൈസ് ഇവര് പറയുന്നത് ശരിയാണോ എന്ന് നോക്കൂ. ആ ഡിക്കി ഒന്ന് ഓപ്പൺ ആക്കുമെന്ന് ചോദിച്ചു. ശരിക്കും അത് ശരിയാണോ? ഡിക്കി എന്ന് അവർ ഉദ്ദേശിച്ചത് ഇതിനെയാണ്, അതായത് കാറിന്റെ നമ്മൾ ലഗേജ് എല്ലാം വെക്കുന്ന സ്പേസ് അല്ലേ, സ്റ്റോറേജ് സ്പേസ്, അതിനാണ് ഡിക്കി എന്ന് പറഞ്ഞത്. ശരിക്കും ഡിക്കി എന്ന് പറയാൻ പറ്റുമോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? നീ എന്താ പറയാ, ഡിക്കി ആണോ പറയുന്നത്? ഡിക്കി, യെസ് ഡിക്കി. കണ്ടോ, ഇപ്പൊ ഇന്ത്യയിൽ അധികം ആൾക്കാർ ഡിക്കി എന്ന് പറയാം. ശരിക്കും അത് ഇന്ത്യയിൽ ഓക്കെയാണ്, കാരണം അതിൽ ഇന്ത്യൻ ഇംഗ്ലീഷ് ആണ്, വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മളത് പുറത്ത് പോയി ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ പണി കിട്ടും, ആളുകൾക്ക് മനസ്സിലാവില്ല. കാരണം എനിക്കൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്, പുറത്ത് പോയി ദുബായിലൊക്കെ പോയി ഡിക്കി എന്ന് പറയുമ്പോൾ അവർ കൺഫ്യൂസ്ഡ് ആവും. ചില ആളുകൾ നമ്മൾ കളിയാക്കി ചിരിക്കാറുണ്ട്. അപ്പൊ ഡിക്കി എന്ന് പറയണ്ട, നിങ്ങൾ ഒന്നല്ലെങ്കിൽ ബൂട്ട് എന്ന് പറയാം. ഓക്കെ, അത് ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ബൂട്ടാണ്. ഓക്കെ, അമേരിക്കൻ ഇംഗ്ലീഷിൽ ട്രങ്ക്. അപ്പൊ നിങ്ങൾ ഒന്നല്ലെങ്കിൽ ബൂട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ട്രങ്ക്. പ്രത്യേകിച്ച് പുറത്തു പോകുമ്പോൾ നിങ്ങൾ അത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം, അവർക്ക് മനസ്സിലാകാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, ഇനി ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഓപ്പൺ ദ ഡിക്കി എന്ന് പറയുന്നത് ഓപ്പൺ ദ ട്രങ്ക്. ഓക്കെ, ഡ്രൈവറോട് പറയാം ഓപ്പൺ ദ ട്രങ്ക്, അല്ലെങ്കിൽ ഓപ്പൺ ദ ബൂട്ട് എന്ന് പറയാം. അല്ലെങ്കിൽ ഞാൻ എന്റെ ലഗേജ് എല്ലാം ഇതിൽ വെക്കാൻ തന്നെ പറയാം, ബൂട്ടിൽ വെക്കാം. ഐ വിൽ കീപ്, അല്ലെങ്കിൽ ഐ വിൽ പുട്ട് മൈ ലഗേജ് ഇൻ ദ ട്രങ്ക് അല്ലെങ്കിൽ ബൂട്ട് എന്ന് പറയും. മനസ്സിലായോ? അപ്പൊ ഇത് ശരിക്കും ശ്രദ്ധിക്കണം. ഇത് നിങ്ങൾക്ക് ഒരു പുതിയ അറിവാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഇവിടെ ഞങ്ങളൊന്ന് പറയണം പ്ലീസ്. സോ ഗൈസ്, ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോക്ക് ഞങ്ങളുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കണം, 2 മാസം കൊണ്ട് പഠിക്കണം. ഓൺലൈനായിട്ട് നിങ്ങളുടെ ഫ്രീ സമയങ്ങളിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. മുകളിൽ പോകാൻ ബയോ ഞങ്ങളുടെ വാട്സാപ്പ് ക്ലിക്ക് ചെയ്യാം. പുതിയ ബാച്ച് നമുക്ക് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്.